ഹലോ ഫ്രണ്ട്സ്, ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എൻ്റെ സ്റ്റിച്ചിങ് ചാനലിൽ ഇതെന്നാണ് ഞണ്ടിനെ കയറ്റിയിരുന്നല്ലേ. ഇന്ന് നമ്മൾ സ്റ്റിച്ചിങ് എല്ലാം വിട്ട് ഇന്നൊരു അടിപൊളി കുക്കിങ്ങാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ അടുത്ത് എനിക്കിപ്പോൾ സ്റ്റിച്ചിങ് ചെയ്യാൻ അങ്ങനെ ടൈം കിട്ടലില്ല. ടൈമല്ല, സാധനങ്ങളെല്ലാം എൻ്റെ വീട്ടിലാണ് ഉള്ളത്. ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങളുടെ അടുത്ത്. പിന്നെ ചിലർ ചോദിക്കുന്ന എൻ്റെ കല്യാണമാണോ കഴിഞ്ഞത്. എൻ്റെ കല്യാണം കഴിഞ്ഞ കൊല്ലം കഴിഞ്ഞിന് കേട്ടോ. ഇതെൻ്റെ ഏട്ടൻ്റെ കല്യാണത്തിൻ്റെ കാര്യമാണ്. അതിൻ്റെ ഡ്രസ്സെല്ലാം ആണ് ഞാൻ നിങ്ങൾക്ക് ഇടയ്ക്ക് ഷോർട്സ് എല്ലാം ഇട്ട് കാണിച്ചു തരുന്നത്. പിന്നെ ഇത് ക്ലീൻ ആക്കാനെല്ലാം കുറച്ച് കഷ്ടപ്പാടാണ്. എനിക്ക് അത്ര നന്നായിട്ട് അറിയൊന്നുമില്ല. ഞാൻ അറിയുന്ന പോലെ അങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചു. എപ്പോഴും അമ്മയാണ് ആക്കുന്നത്. പിന്നെ എൻ്റെ ഹസ്ബൻഡിന് ഇത് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വെക്കാമെന്ന് വിചാരിച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഫോണൊക്കെ കൈ പിടിച്ച് വീഡിയോ എടുക്കുന്ന സ്റ്റാൻഡോ ഒന്നും തന്നെ ഞാൻ ഇങ്ങോട്ട് എടുത്തിട്ടില്ല. ജസ്റ്റ് ഇതായി ഇപ്പോൾ ഞാൻ ഒന്ന് ഹസ്ബൻഡിനെ വിളിച്ചിട്ടുണ്ട്, ഒന്ന് വീഡിയോ എടുത്തരുമോ എന്ന് ചോദിച്ചിട്ട്. നോക്കിക്കേ, ഞാനിത് ആദ്യം ഇതിൻ്റെ കാലാണ് പൊരിച്ചെടുത്തിട്ട് ഇപ്പുറത്തെ പാത്രത്തിലേക്ക് ഇടുന്നത്. അങ്ങനെ കളയാൻ പാടില്ല. നമുക്ക് തടിച്ച കാലിൽ നോക്കി കറിൻ്റെ അകത്ത് ഇടാനില്ലാന്നേ. എന്നിട്ട് ഇതാ ഈടുന്നൊരു സാധനം ഇങ്ങനെ പൊന്തിക്കാൻ വേണ്ടി കിട്ടും. ഇങ്ങനെ പറ്റി നിന്നിട്ടേ ഉണ്ടാവുക. അത് പിടിച്ച് പൊന്തിച്ചാൽ ഈടുന്ന് ഇങ്ങനെ ഇളക്കാൻ പറ്റും നമുക്ക്. ഈ ഒരു തോട് ഇതാ ഇതിൻ്റെ സൈഡിലുള്ള ഈ ഒരു സാധനത്തിനെല്ലാം കളഞ്ഞേക്കാം. അതൊന്നും വേണ്ടാത്തതാണെന്ന് തോന്നുന്നത്. അറിയില്ല, ഇനിയിപ്പോൾ അത് എടുക്കുമെന്നൊന്നും അറിയില്ല. അത് നമുക്ക് കളഞ്ഞേക്കാം. നിങ്ങൾ ഇതിൻ്റെ കാലെടുക്കുമ്പോൾ കുഞ്ഞി കാലെടുത്തിട്ട് പിന്നെ കാര്യമില്ലല്ലോ. കറീൻ്റെ അകത്ത് ഇട്ടാൽ നമുക്കൊന്നും തിന്നാനൊന്നും കിട്ടൂലല്ലോ. അതുകൊണ്ട് കുറച്ച് തടിയില്ല പോലത്തെ കാലെല്ലാം നോക്കി ഞാൻ എടുക്കുന്നുണ്ട്. മെലിഞ്ഞ പോലത്തെ എല്ലാം ഞാനങ്ങ് ചാടിയേക്കാമെന്ന് വിചാരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ നടുവെല്ലാം വൃത്തിയാക്കണേ. നിങ്ങൾ പൈപ്പ് കാണിച്ചിട്ട് ഈ ഒരു എന്തോ ഒരു സാധനം ഉണ്ട്, അതെല്ലാം ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കണം. ഇതാ ഒന്നിനെയും കൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാ കുറേ ഇങ്ങനെ ആക്കിയാലേ ഇടുന്ന് ഇളകി കിട്ടുമല്ലോ. നഖമെല്ലാം വേണം നമുക്ക് ഈ ഒരു ഞണ്ടിനെല്ലാം വൃത്തിയാക്കേണ്ടിരിക്കലെന്ന് തോന്നുന്നു. ഇതാ ഇത് പിന്നെ നമുക്ക് അങ്ങനെ ഉറപ്പൊന്നുമില്ല, ഇങ്ങനെ പൊട്ടിച്ചാൽ കിട്ടും. കണ്ടോ, എന്തൊക്കെയോ ഉണ്ട്, അതിനൊക്കെ അങ്ങ് കളഞ്ഞു കൊടുക്കണം. ഇനി ഞാനിത് കഴുകുന്നൊന്നും നിങ്ങളെ കാണിക്കുന്നില്ല കേട്ടോ. ഞാനിത് കഴുകി വൃത്തിയാക്കിയിട്ട് പിന്നെ കുക്ക് ചെയ്യുന്നതായിരിക്കും നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോകുന്നത്. പിന്നെ വീഡിയോ അത്ര ക്ലിയർ ആയിട്ടൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഫോൺ കയ്യിൽ പിടിച്ചിട്ടാണ് എടുക്കുന്നത്. എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് അങ്ങനെ നിൽക്കുന്നില്ല. പെട്ടെന്ന് തന്നെ പോകുന്നു. എത്ര സമയം ഫോൺ കൈ പിടിച്ച് നിൽക്കണ്ടേന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നേ ഇല്ല. അതുകൊണ്ട് പിന്നെ എങ്ങനെയല്ലോ വീഡിയോ എടുത്തിട്ടുണ്ടേ. ഇനി നല്ല വൃത്തിക്ക് 3-4 വെള്ളത്തിൽ കഴുകണം. നിങ്ങൾ കൈ കൊണ്ട് ഇങ്ങനെ കഴുകുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ നല്ല മീനൊക്കെ കഴുകും പോലെ കഴുകി എൻ്റെ കൈ കുത്തി മുറിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ മൊന പോലത്തെ ഭാഗമില്ലേ, നല്ല ഷാർപ്പായിട്ടില്ലേ, അത് നിങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞു. അല്ലെങ്കിൽ നമ്മളെ വായിലും കുത്താൻ ചാൻസ് ഉണ്ട്, വായിലേക്ക് തെറിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി ഞാനുണ്ടല്ലോ ഇതിൻ്റെ അകത്തേക്ക് ഉപ്പിട്ട് വെക്കാനാണ് പോകുന്നത്. ഈ കഴുകി വൃത്തിയാക്കേണ്ട അകത്ത് കുറച്ച് ഉപ്പിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് അവിടെ വെക്കാം. കൈ കൊണ്ടൊന്നും ഞാനിനി ചെയ്യൂല കേട്ടോ. കൈ ഞാനിനി ഇതിൻ്റെ അകത്തേക്ക് ഇടുകയേ ചെയ്യില്ല. എല്ലാം സ്പൂൺ കൊണ്ടായിരിക്കും ആക്കുന്നത്. കൈ കൊണ്ടാക്കുന്നവർക്ക് അങ്ങനെയും ആക്കാമല്ലോ. പിന്നെ എൻ്റെ കൈ മുറിഞ്ഞു, ചെറുങ്ങനെ മുറിഞ്ഞിട്ടേ ഇല്ലൂ, ഒന്നുമില്ല. എന്നാലും കൈയിട്ടിട്ട് ഇളക്കുന്നില്ല ഞാൻ. ഇതാ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ചും കൂടി ഉപ്പ് വേണം. അപ്പോൾ പാത്രത്തിൽ തീർന്നിട്ടേ ഇല്ലത്, പാക്കറ്റ് പൊളിച്ചിട്ട് ഇടണം. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ വെച്ചിട്ടാകുമ്പോഴായിരിക്കും ബാക്കി ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് തക്കാളി, ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി അതെല്ലാം കട്ട് ചെയ്ത് വെക്കണം. അതിൽ ഞാൻ നേരത്തെ കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. രാവിലെ തന്നെ ചെയ്തവിടെ വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതെങ്ങനെ ആക്കാം, പാത്രത്തിൻ്റെ അന്ന് ഇങ്ങനെ ആക്കി എല്ലാം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് കൈ കൊണ്ടൊന്ന് ഇളക്കിക്കഴിഞ്ഞാൽ കാര്യം പോക്കാം. നമ്മൾ കൈ ഫുൾ മുറിയും. കാരണം നല്ല ഷാർപ്പായിട്ടുള്ള ഭാഗങ്ങളെല്ലാം ഉണ്ട്. ഞാൻ എന്നാലും കുറേ കട്ട് ചെയ്തിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. അതെല്ലാം അങ്ങനെ ആ ഷാർപ്പായതങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളെ വായിക്ക് തന്നെ പ്രോബ്ലം വരാൻ ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ കിച്ചണിൽ തന്നെ ക്ലീൻ ആക്കിയതുകൊണ്ട് ഫുൾ ടേബിളൊക്കെ സോപ്പൊക്കെ ഇട്ട് കഴുകി നല്ല വൃത്തിയാക്കിയിട്ടാണ് ഞാനിപ്പോൾ തുടങ്ങുന്നത് കേട്ടോ. അതാദ്യം ചെയ്ത് വെച്ചില്ലെങ്കിൽ നമുക്ക് ഫുൾ സ്മെല്ലായിരിക്കും. നമ്മളെ ഞണ്ടിൻ്റെ അകത്തെല്ലാം ചെറുങ്ങനെ ഉപ്പെല്ലാം പിടിച്ചിട്ടുണ്ടാവും. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. ആദ്യം ഞാൻ വിചാരിച്ച് നോൺ സ്റ്റിക്ക് പാത്രം എടുത്താലോ എന്ന്. പിന്നെ ഞാൻ ഇതന്നെ എടുത്ത്. കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി ചെറുങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒറ്റയൊരു തക്കാളി നമുക്ക് കുറേ വേണ്ട കേട്ടോ. ഒറ്റയൊന്ന് മതി, ചെറുതെടുത്ത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണമെങ്കിൽ അത് ഇട്ട് കൊടുക്കാം, അതെല്ലാം കുഴപ്പമൊന്നുമില്ല. പിന്നെ 2 ഉള്ളി നേരിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങാപ്പാൽ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മതി, കുറേ ഒന്നും വേണ്ട കേട്ടോ. കുറേ വെള്ളം ഒഴിച്ചിട്ട് തേങ്ങാപ്പാൽ എടുക്കാനൊന്നും പറ്റില്ല. പിന്നെ പച്ചമുളക്, പിന്നെ മറ്റേ കറിവേപ്പില, അത്രയേ നമുക്ക് വേണ്ടൂ ഇതിന് കേട്ടോ. അപ്പോൾ ചട്ടീൻ്റെ അകത്ത് വെള്ളമൊക്കെ വറ്റുന്നവരെ നമുക്കൊന്ന് കാത്തിരിക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്നത് ചിലപ്പോൾ ഓരോന്നൊക്കെ കാണിക്കാൻ വിട്ടുപോയെന്നിരിക്കും. പക്ഷേ ഞാനത് പറഞ്ഞു തരാം നിങ്ങളുടെ അടുത്ത്. വീഡിയോ എടുക്കുമ്പോൾ ഓരോന്നൊക്കെ വിട്ടുപോയിട്ടുണ്ട്. പക്ഷേ അടിപൊളി ടേസ്റ്റാണ്, നല്ല എരിവൊക്കെ ഉണ്ട്.
അടിപൊളി ടേസ്റ്റാണ്. ഇതാ നല്ലോണം ചട്ടി ചൂടായിട്ടുണ്ട്, പുകയെല്ലാം പോകുന്നുണ്ട്, കരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ, ഇങ്ങനെ പുക പോകുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ പുക കണ്ടിട്ട് നിങ്ങൾ കരിഞ്ഞു എന്നും വിചാരിക്കേണ്ട. ചട്ടി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അധികം പുക വേഗം വരും തന്നെ തോന്നുന്നുണ്ട്, മറ്റേ പാത്രത്തിനേക്കാളും. കരിഞ്ഞിട്ട് ഒന്നും ഇല്ല കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ പാത്രത്തിൽ വെളിച്ചെണ്ണയെല്ലാം കുറവേ ഇല്ലല്ലോ. ഇനി പാക്കറ്റ് പൊളിച്ചിട്ട് വേണം ഒഴിക്കാൻ വേണ്ടി. ഞാൻ അതെല്ലാം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ തീ കെടുത്തിയിട്ടാണ് പോയത്, ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ പാക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇതൊന്നും കൂടെ കത്തിക്കുന്നുണ്ടേ. ഇനി ഇതാ എണ്ണ ചൂടായിട്ടാകുമ്പോൾ ഇതിൻ്റെ അകത്ത് ഇഞ്ചി വെളുത്തുള്ളി കട്ട് ചെയ്തതാണ് ചേർക്കുന്നത്. ഞാൻ പിന്നെ കടുകൊന്നും ഈ മീനിൻ്റെ അകത്തൊന്നും ഇടലില്ല കേട്ടോ. മീൻ, ചിക്കൻ ഇങ്ങനത്തെ ഐറ്റംസിലൊന്നും ഞാൻ കടുക് ഇടുകയില്ല, എനിക്ക് ഇഷ്ടപ്പെടുകയില്ല കേട്ടോ. അതുകൊണ്ട് ഇതാണ് ഇട്ട് കൊടുത്തത്. ഇനിയിപ്പോൾ ഉലുവ ഇടുന്നവരെല്ലാം ഉണ്ട് എന്നാണ് തോന്നുന്നത്, എനിക്കറിയില്ല. പെരുംജീരകമൊക്കെ ഇടുന്നവരുണ്ടാവും. പക്ഷേ ഞാൻ ഈ ഒരു മോഡലാണ് വെക്കുന്നത്. ഭയങ്കര ടേസ്റ്റ് തന്നെയാണ് ഈ മോഡൽ വെച്ചാൽ കേട്ടോ. അപ്പോൾ അടുത്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇത് എല്ലാം ഒപ്പരിട്ടാലും കുഴപ്പമൊന്നുമില്ല. കുറച്ചൊന്ന് നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് നേരം ഇതിൻ്റെ ഇത് വേവട്ടെ. ഇത് ജസ്റ്റ് ഒന്ന് ഇത് മാറി വരുന്നവരെ മതി, ഒന്ന് വാടി വരുന്നവരെ മതി. കുറേ ആക്കി കഴിഞ്ഞാൽ വെളുത്തുള്ളിയൊക്കെ ബ്രൗൺ ആയാൽ വേറെ തന്നെ ഒരു ടേസ്റ്റ് വരും. അത് നമുക്ക് വേണ്ട കേട്ടോ. വെളുത്തുള്ളി കരിഞ്ഞ ടേസ്റ്റ് നമുക്ക് വന്നു കഴിഞ്ഞാൽ എന്തോ പോലെ ആയിരിക്കും. ഇനി നമുക്ക് എന്താക്കാം, ഇതൊന്ന് ശരിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ ഉള്ളികളെ ഇട്ട് കൊടുക്കണം. ഈ ഞണ്ട് മൊത്തം ഞാൻ എടുക്കുന്നില്ല കേട്ടോ, അത്രയും ആൾക്കാരില്ല കൂട്ടി തീർക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് മതി, പകുതിനേക്കാളും കുറച്ചധികം ഞാൻ ഇന്ന് എടുക്കുന്നുണ്ട്. പിന്നെ ബാക്കി കറി വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് മാറ്റി വെക്കാം, ഫ്രിഡ്ജിൽ കയറ്റാം. ഇനി ഇതിൻ്റെ അകത്ത് ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. ഇനി നിങ്ങൾക്ക് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുന്നതും ഇതിനേക്കാളും ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഇനി ഈ ഉള്ളീനെ കുറച്ച് നല്ലോണം നമുക്കൊന്ന് വാടി എടുക്കണം. അതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് ആദ്യം തന്നെ. പിന്നെ വെളുത്തുള്ളീനെ കുറേ സമയം ആക്കി കഴിഞ്ഞാൽ പിന്നെ ഉള്ളിയും കുറേ സമയം ആക്കുമ്പോൾ എല്ലാം കൂടെ മൊത്തത്തിൽ കളറ് മാറി വെളുത്തുള്ളി നല്ലോണം കരിഞ്ഞു പോയാലോ എന്ന് വിചാരിച്ചിട്ടാണേ. അപ്പോൾ ഈ ഒരു ഉള്ളീനെ നല്ല ബ്രൗൺ കളർ പോലെ ആക്കണം. നല്ല കളറല്ല, കുറേ ആക്കണം, കുറേ സമയം ഇളക്കണം. ഇത് എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എന്നിട്ടാകുമ്പോൾ നമ്മൾ തക്കാളിയും പിന്നെ മസാലപ്പൊടികളും എല്ലാം ചേർക്കുന്നത്. ഞാൻ എപ്പോഴും ഉള്ളി ബിരിയാണിയൊക്കെ ആക്കുമ്പോൾ ഉള്ളീനെ കുറേ ഇങ്ങനെ ആക്കും കേട്ടോ, കുറേ സമയം വഴറ്റിയെടുക്കലുണ്ട്. കുറച്ച് ഉപ്പ് ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞണ്ടിൻ്റെ അകത്ത് നമ്മൾ ഉപ്പ് ഇട്ട് വെച്ചതാണ്. അപ്പോൾ എല്ലാം നോക്കിയിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കണം, കുറേ അങ്ങ് ഇട്ടേക്കരുത്, പിന്നെ നമുക്ക് പ്രശ്നമാണ് ഉപ്പ് കൂടിക്കഴിഞ്ഞാൽ. എന്ത് ചെയ്യാനാണെന്നല്ലേ നമ്മൾ. കുറച്ച് ആയിട്ടുണ്ട്, ലേശം കൂടി ഒന്നും ആവട്ടെ. ഇങ്ങനെ കളറായി വന്നിട്ടുണ്ട്. ഈ ഒരു ബ്രൗൺ പോലത്തെ കളറ് ബ്രൗൺ കളറിൻ്റെ സ്റ്റാർട്ടിങ് കേട്ടോ. നല്ല കാപ്പി കളറാക്കി എടുക്കണ്ട, നല്ല ചെറുങ്ങനെ ഒരു ഗോൾഡൻ കളർ പോലെ ആയി. ഇനി തക്കാളി ഇട്ട് കൊടുത്തിട്ട് കുറച്ചൊന്ന് ഇളക്കിയിട്ടാകുമ്പോൾ നമ്മൾ പൊടികളെല്ലാം ഇട്ട് കൊടുക്കുന്നത്. ഇനി തക്കാളി കുറച്ച് ആവട്ടെ. ഞാൻ പൊടിയെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ 2 സ്പൂൺ മുളക് പൊടി, കുറച്ച് നല്ല എരിവാണേ. പിന്നെ 1 സ്പൂൺ കുരുമുളക് പൊടി, നല്ല എരിയായിരിക്കും എൻ്റെ കറിയെല്ലാം കേട്ടോ. പിന്നെ മല്ലിപ്പൊടി ഒരു 1/2 സ്പൂൺ അല്ലെങ്കിൽ 1/4 സ്പൂൺ മാത്രം, ഒറ്റയൊന്നൊന്നും ഇട്ടേക്കരുത്, ഒരു ലേശം മാത്രമേ നമുക്ക് വേണ്ടൂ. പിന്നെ കുറച്ച് ഗരം മസാല, പിന്നെ ഞാൻ ചിക്കൻ മസാലയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞണ്ടിൻ്റെ അകത്ത് ചിക്കൻ മസാല ഇടുമോ എന്നൊക്കെ ചിലപ്പോൾ ചോദിക്കുമായിരിക്കും. അമ്മ എനിക്കറിയില്ല, ഞാനതെല്ലാം ഇട്ടിട്ടാണ് ആക്കുന്നത്. മീനിൻ്റെ അകത്തൊന്നും ഇടൂല കേട്ടോ. ഞണ്ട് ഇതുപോലെ മറ്റേ കക്ക, എളമ്പക്ക അങ്ങനത്തെ അകത്തെല്ലാം ഞാനിങ്ങനെ ചിക്കൻ മസാല എടുത്ത് ഇടലുണ്ട്, എനിക്കിഷ്ടമാണ്. ഇതെല്ലാം കൂടെ ഞാനൊരു പാത്രത്തിൽ തട്ടി വെച്ചിട്ടുണ്ട്. അളവെല്ലാം നിങ്ങൾ എടുക്കുന്നതിനനുസരിച്ചിട്ട് ചേർത്തോ കേട്ടോ. ഫോണ് കയ്യിൽ പിടിച്ചുകൊണ്ട് എനിക്ക് പാത്രത്തിൻ്റെ അകത്ത് എടുത്തിടുന്നത് കാണിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ഒരു കയ്യിലല്ലേ ഫോണില്ലത്, ഫോണ് പിടിക്കാനൊന്നും ആരും ഇല്ല. അതുകൊണ്ടിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് വീഡിയോ എടുക്കുന്നതാണ്. ഇനി ഈ പൊടിയെല്ലാം ഒന്ന് നല്ലോണം ഈ ഒരു ഓയിലിൻ്റെ അകത്തൊക്കെ ഇട്ടിട്ട് ഒന്ന് വഴറ്റി നമുക്ക് എടുക്കണം. പൊടീൻ്റെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ മാറുന്നവരെ നമുക്ക് കുറച്ച് നന്നായിട്ട് ഇളക്കാം. തക്കാളി അപ്പോഴത്തേക്ക് കുറേ വെന്ത് വരും. ഓക്കെ, എന്നിട്ടാകുമ്പോൾ നമ്മളെ ക്രാബിനെ നമ്മൾ ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കേണ്ടത്. ലോ ഫ്ലെയിം ആക്കിയിട്ടാണ് കേട്ടോ ഈ പൊടീനെല്ലാം ഇളക്കി എടുക്കുന്നത്, അല്ലെങ്കിൽ പൊടിയല്ലേ കരിഞ്ഞു പോകും പെട്ടെന്ന്. ഇനി ഞണ്ടിനെ ഞാൻ കുറച്ച് പാത്രത്തിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. നാളത്തേക്കുള്ളത് അവിടെ ഫ്രിഡ്ജിൽ വെച്ച് ഇത്ര മതി നമുക്ക്, നാളത്തേക്ക് അത്ര മതി. ഇങ്ങനെയെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. കാലിൻ്റെ ആ ഒരു കുത്തുന്ന സാധനം കുറച്ച് കട്ട് ചെയ്യാൻ മറന്നുപോലെ നിങ്ങൾ. ഇനി നല്ലോണം നല്ല ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നിന്ന് കുറച്ച് വെള്ളം വരും.
അതിൻ്റെ അകത്ത് തന്നെ വേകുന്നതാണ് ടേസ്റ്റ്. അല്ലെങ്കിൽ നിങ്ങൾ ഒരു അര ഗ്ലാസ് വെള്ളം നിങ്ങൾക്ക് ഒഴിക്കാം. ഇതിൻ്റെ തോടില്ലതായതുകൊണ്ട് വേവാൻ കുറേ വെള്ളം വേണം എല്ലാം എന്ന് വിചാരിച്ച് കുറേ വെള്ളം എടുത്ത് ഒഴിച്ചാൽ ഇതിൻ്റെ ടേസ്റ്റ് സത്യം പറഞ്ഞാൽ പോകും. ഇതിൻ്റെ അകത്ത് വരുന്ന വെള്ളത്തിൻ്റെ അകത്ത് വേകുന്നതാണ് നല്ല ഒരു ടേസ്റ്റ് കേട്ടോ. ഒരു ലേശം വെള്ളം ഒഴിച്ചാലൊന്നും കുഴപ്പമില്ല. ഞാൻ ഒരിറ്റ് വെള്ളം എന്തായാലും ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, ഒരു ലേശം മാത്രം കേട്ടോ. ഇതിൻ്റെ അകത്ത് വെള്ളം വരും, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം ഞാൻ നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് ഇതിൻ്റെ അകത്തെ ഉപ്പെല്ലാം ഒന്ന് കറക്റ്റ് ചെയ്ത് എരിവെല്ലാം കറക്റ്റ് ചെയ്തിട്ടുണ്ട്. കുരുമുളക് നമ്മളെ മെയിനാണ് കേട്ടോ. കുരുമുളക് നല്ലോണം വേണം, എന്നാലേ നല്ല ടേസ്റ്റി ആയിട്ട് വരത്തുള്ളൂ. പിന്നെ ഇഞ്ചി നിങ്ങൾ കുറേ ഇടരുത്. ഇഞ്ചി പേസ്റ്റ് കുറേ ഇട്ടാൽ എന്തോ പോലെ ഒരു കയ്പ്പ് പോലെ തോന്നും. വെളുത്തുള്ളി കുറച്ചായി കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ല, ഇഞ്ചി കൂടിയാൽ എന്തോ പോലെയാണ് നമുക്ക്. ഇനി ഇതാ മൂടി അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഞാനിതാ കുറച്ച് സമയം സിനിമയൊക്കെ കണ്ടിട്ടായിരിക്കും തുറന്നു നോക്കാൻ പോകുന്നത്. ഞാൻ ഇതാ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഇതാ ഒന്ന് തുറന്നു നോക്കുന്നുണ്ട്. കുറച്ച് സമയമാണേ. തുറന്നു നോക്കിയപ്പോൾ തന്നെ ഇതാന്ന് വെള്ളം വരുന്നുണ്ട്, കണ്ടില്ലേ നിങ്ങൾ? ഇതാ ഈ ഒരു വെള്ളത്തിൻ്റെ അകത്ത് തന്നെ ഇത് വേകുമ്പോൾ നല്ല ഒരു ടേസ്റ്റ് തന്നെ ആയിരിക്കും. ഇപ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാനൊന്ന് നോക്കി ടേസ്റ്റ് ചെയ്ത് നോക്കി. ഇനിയും നമുക്ക് കുറച്ചും കൂടെ വേവിക്കാനുണ്ട് അത്രേ. അപ്പോൾ മൂടി അടച്ചിട്ട് തന്നെ വെക്കണം. അപ്പോൾ വേണമെങ്കിൽ ഒരു ലേശം വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വേവ് കുറച്ചും കൂടി വേണമെന്നുള്ളവരാണെങ്കിൽ ഇതിപ്പം വെന്തു, പക്ഷേ കുറച്ചും കൂടി ആവാനുണ്ട് അത്രേ. പിന്നെ അടിയിൽ എങ്ങനെ പിടിച്ചിട്ടോ കരിഞ്ഞിട്ടോ ഒന്നുമില്ല കേട്ടോ. വെള്ളം ഒഴിച്ചിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയൊന്നും പറ്റുന്നൊന്നുമില്ല. പിന്നെ വെളിച്ചെണ്ണയൊക്കെ ആക്കിയതല്ലേ, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി ഇതൊന്നും കൂടെ ഞാൻ അടച്ചു വെച്ചിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഇതിനെ നോക്കുന്നുള്ളൂ. ഇനി നല്ലോണം ആവട്ടെ ഇത്. എന്തായാലും ഇതിന് ഞാനൊരു 10-20 മിനിറ്റെല്ലാം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. എനിക്ക് സമയമൊന്നും കറക്റ്റ് ഞാൻ നോക്കിയിട്ടില്ല. ഇതാ നല്ലോണം ഡ്രൈ ആയി വന്നിട്ടുണ്ട്, നല്ല വെള്ളമൊക്കെ വറ്റി അത് വെന്ത്. ഞാനത് ടെസ്റ്റ് ചെയ്ത് കേട്ടോ, നല്ല വെന്ത് ഓക്കെ ആയി വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലിതെല്ലാം പെട്ടെന്ന് വേകും കേട്ടോ. പുറമേ തോടാണെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയൊന്നും ഇല്ല. പിന്നെ വേഗം തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതാ തേങ്ങാപ്പാൽ ഞാൻ എടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ചേർത്ത് മിക്സിയിൽ ഒന്ന് അരിച്ചെടുത്തിട്ടാണ് ഇല്ലതേ. നല്ല വെള്ളം ആക്കിയിട്ട് എടുക്കരുത്, അന്നേരം കൂടുതൽ വെള്ളത്തിലായിപ്പോകും നമ്മളെ കറി. അപ്പോൾ ഈ ഒരു തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടും ഞാനൊന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. കുറേ സമയമൊന്നും വെക്കണ്ട, നല്ല ഫ്ലെയിം കൂട്ടിയിട്ട് ഇതിനൊന്ന് വറ്റിച്ചെടുത്താൽ മതി കേട്ടോ. ഇത്ര ഗ്രേവി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ വെക്കാം, പക്ഷേ എനിക്ക് ഡ്രൈ ആയിട്ട് മതി. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒന്ന് ഫ്ലെയിം കൂട്ടിയിട്ട് ഇങ്ങനെ ആക്കുന്നത്. ഫ്ലെയിം കുറയ്ക്കണ്ട, ചിലപ്പോൾ ഇതിൻ്റെ അകത്ത് ഇനിയും വെള്ളം വന്നാലോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഇതാ കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കുന്നുണ്ട്. ഇതാ എല്ലാം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. നല്ലോണം വറ്റി, വെള്ളമെല്ലാം വറ്റി, തേങ്ങാപ്പാലൊക്കെ അതിൻ്റെ അകത്ത് പിടിച്ച്. എന്ത് മണമെന്നറിയോ, ടേസ്റ്റ് നോക്കുമ്പോൾ ആണെങ്കിൽ അടിപൊളി, നല്ല എരിവൊക്കെ ഉണ്ട്. അടിപൊളി ടേസ്റ്റ്. നിങ്ങൾ എന്തായാലും ആക്കണം കേട്ടോ. പിന്നെ ഞാനൊരു കാര്യം പറയാൻ മറന്നു, ഇതിൻ്റെ അകത്ത് ഞാൻ 1 സ്പൂണ് നെയ്യ് കൂടെ ചേർത്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നെയ്യ് ചേർക്കുന്നത്. അപ്പോൾ ഒറ്റ സ്പൂണാണ് ചേർത്തിട്ടുള്ളത്, കുറേ ഒന്നും വേണ്ട. അത് വേണമെങ്കിൽ ആക്കിയാൽ മതി, ഞാൻ അങ്ങനെ ചേർക്കലുണ്ട്. ഇനി ഇതാ ഫ്ലെയിം എല്ലാം ഓഫ് ചെയ്ത് പിന്നെ പാത്രത്തിൻ്റെ അകത്തേക്ക് ഒരു പ്ലേറ്റിൻ്റെ അകത്തേക്ക് ഞാൻ ഇട്ട് കാണിക്കാം. ഇതിൻ്റെ കളറെല്ലാം നിങ്ങൾ നോക്ക്, എന്ത് കളറാണല്ലേ. മല്ലിപ്പൊടിയൊന്നും കൂടുതലൊന്നും ചേർത്തിട്ടില്ലേ, നമ്മൾ ഒരു നുള്ള് മല്ലിപ്പൊടി മാത്രം ചേർത്ത്. എനിക്ക് ഇഷ്ടമല്ല കൂടുതൽ മല്ലിപ്പൊടി ഇടുന്നത്, അതുകൊണ്ടാണേ. കുരുമുളകാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഇതാ നോക്കിയാട്ടെ നിങ്ങൾ. നല്ല ടേസ്റ്റ് തന്നെ. ഞാനിപ്പോൾ ഒന്ന് തിന്ന് നോക്കുന്നത് കാണിച്ചില്ല നിങ്ങൾക്ക്. എനിക്ക് തോന്നുന്നു ഇത് തേങ്ങാപ്പാൽ ലാസ്റ്റ് ഒഴിച്ചിട്ടൊന്ന് വറ്റിച്ചെടുത്തോണ്ടാണെന്ന് തോന്നുന്നു ഒരു പ്രത്യേക ടേസ്റ്റ് വന്നേന്ന് തോന്നുന്നു. പിന്നെ ഒരു ലേശം നെയ്യ് കൂടെ ചേർത്തിട്ടുണ്ട്. നെയ്യ് ചേർത്ത് പിന്നെ നല്ല ടേസ്റ്റ് അല്ലേ, അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മളെ സ്റ്റിച്ചിങ് ചാനലിൽ കുക്കിംഗ് വീഡിയോ ഇട്ടുകൊണ്ട് നിങ്ങൾക്കൊന്നും തോന്നില്ല കേട്ടോ. നമ്മൾ അടിപൊളി സ്റ്റിച്ചിങ് എല്ലാം അടുത്ത ദിവസങ്ങളിലായിട്ട് വരുന്നുണ്ട്. ഞാൻ കുറച്ചൊന്ന് ഫ്രീ ആയാൽ എന്തായാലും നിങ്ങളെ കുറേ ടൈപ്പ് ഡ്രസ്സ് പഠിപ്പിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാൻ മറന്നുപോലെ. ലൈക്ക് ചെയ്യലേ ഇല്ല നിങ്ങൾ, സത്യം പറഞ്ഞാൽ കുറച്ച് ആൾക്കാരെ ചെയ്യല്ലോ. എന്തായാലും ചെയ്യണം, എന്നാലേ ശരി കേട്ടോ. നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം. ബൈ.